നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഇനി പെൻഷൻ ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സാധാരണക്കാർ, ദിവസവേതനം ലഭിക്കുന്ന ആളുകൾ, ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്ന ആളുകൾ, പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ, ഇവർക്കും ഇനി തൊട്ട് പെൻഷൻ ലഭിക്കും അടൽ പെൻഷൻ യോജനയിലൂടെ. പ്രതിമാസം 1000 രൂപ മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അല്ലെങ്കിൽ APY. ഈ സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് 60 വയസ്സിന് ശേഷമായിരിക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങുക. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് അടൽ പെൻഷൻ യോജന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുന്നത്, ഇത് ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അടൽ പെൻഷൻ യോജനയുടെ ഏറ്റവും പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ, ഈ ഒരു സ്കീമിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ബോസ് ഓല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. സാധാരണക്കാരായ ആളുകൾക്ക് പോലും റിട്ടയർമെന്റിന് ശേഷം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരുക്കുക, സാമ്പത്തിക സുരക്ഷിതത്വം അവർക്ക് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ആളുകൾ, അതായത് ദിവസവേതനം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങൾ ചെയ്യുന്ന ഷോപ്പ് കീപ്പർമാർ, അതായത് ചെറിയ കടകളൊക്കെ നടത്തുന്ന ആളുകൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലുകൾ ഒക്കെ ചെയ്യുന്ന ആളുകൾ, നിർമ്മാണ തൊഴിലാളികൾ പോലെയുള്ള ആ സെക്ടറിൽ വരുന്ന ആളുകൾ, മാത്രമല്ല പെൻഷൻ ലഭിക്കാത്ത പ്രൈവറ്റ് തൊഴിലാളികൾ, ഇത്തരത്തിൽ സമൂഹത്തിൽ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ വരുന്ന ആളുകളെ സഹായിക്കുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് 60 വയസ്സിന് ശേഷം ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത്. ഈ ഒരു അടൽ പെൻഷൻ യോജനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രതിമാസം വളരെ ചെറിയ ഒരു എമൗണ്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് വളരെ ചെറിയ ഒരു എമൗണ്ട്, അത് എത്രയാണെന്ന് ഞാൻ പറയാം. അത്രയും ചെറിയ ഒരു എമൗണ്ട് നമ്മൾ അടൽ പെൻഷൻ യോജനയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി 60 വയസ്സിന് ശേഷം നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ ചേർന്ന ഒരാൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ചെറിയ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഇതുമൂലം ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, സാധാരണ ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്നൊക്കെ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഇത് 1000 താഴെ മാത്രം രൂപ, അല്ലെങ്കിൽ വെറും 500 രൂപയിൽ താഴെ പ്രതിമാസം കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടൽ പെൻഷൻ യോജന പ്രകാരം, അല്ലെങ്കിൽ അടൽ പെൻഷൻ യോജനയിൽ നമുക്ക് അക്കൗണ്ട് ആരംഭിക്കാം, നമുക്ക് പെൻഷനും ലഭിക്കും. ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സുരക്ഷിതമാണ്, 100% ഗ്യാരണ്ടീഡുമാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അടൽ പെൻഷൻ യോജനയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ ഒരു സ്കീം പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. മാത്രമല്ല ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ട്, അത് ബാങ്ക് അക്കൗണ്ട് ആവട്ടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആവട്ടെ, നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇത്രയും യോഗ്യതാ മാനദണ്ഡങ്ങൾ ഒരാൾ പാലിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അടൽ പെൻഷൻ യോജനയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാനുള്ള ഓപ്ഷൻ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, അതായത് ഓൾറെഡി പെൻഷൻ ലഭിക്കുന്ന ഒരു സ്കീമാണല്ലോ ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും പുതിയ നിയമപ്രകാരം, അതായത് അടൽ പെൻഷൻ യോജനയുടെ ഏറ്റവും പുതിയ നിയമപ്രകാരം ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് നമ്മുടെ ശമ്പളം ഇൻകം ടാക്സ് സ്ലാബിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അടൽ പെൻഷൻ യോജനയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ അടൽ പെൻഷൻ യോജനയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ തൊട്ടുമുമ്പേ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്കീം പ്രകാരം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല. അത് വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് വന്ന ഒരു നിയമമാണ്. ഇനി അഥവാ ഈ ഒരു പുതിയ നിയമം വരുന്നതിന് മുമ്പായിട്ട്, അതായത് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളുകൾക്കും ഈ സ്കീം പ്രകാരം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഓൾറെഡി ഈ സ്കീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ അടച്ച എമൗണ്ട് എത്രയാണോ അത് തിരികെ ലഭിക്കുന്നു, പക്ഷേ അതിന് യാതൊരു തരത്തിലുള്ള പലിശ നിരക്കും ലഭ്യമാകില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടൽ പെൻഷൻ യോജന പ്രകാരം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ആളുടെ ശമ്പളം ടാക്സ് സ്ലാബിൽ വരുന്നില്ല, അല്ലെങ്കിൽ ടാക്സ് കിട്ടുന്ന ഒരാളായിരിക്കാൻ പാടില്ല അക്കൗണ്ട് ഹോൾഡർ. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 60 വയസ്സിന് ശേഷം എത്ര എമൗണ്ട് ആണ് പെൻഷൻ വേണ്ടത് എന്നുള്ള സ്ലാബ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പ്രതിമാസം 1000 രൂപയാണോ വേണ്ടത്, 2000 ആണോ, 3000 ആണോ, 4000 ആണോ, 5000 ആണോ, ഇങ്ങനെ 1000 മുതൽ 5000 രൂപ വരെയുള്ള എമൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം പെൻഷനായിട്ട് പ്രതിമാസം അക്കൗണ്ടിലേക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കീമിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 18-നും 40 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 18-നും 40 വയസ്സിനും ഇടയിൽ എത്ര നേരത്തെ ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും കുറഞ്ഞ എമൗണ്ട് നമ്മൾ
പ്രതിമാസം അടച്ചാൽ മതിയാകും. അതായത് 5000 രൂപ പ്രതിമാസം കിട്ടണം എന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് 18 വയസ്സിൽ ആരംഭിക്കുന്ന ഒരാൾക്കും 40 വയസ്സിൽ ആരംഭിക്കുന്ന ഒരാൾക്കും അടയ്ക്കേണ്ട പ്രതിമാസ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. 18 വയസ്സിൽ ആരംഭിക്കുന്ന ഒരാൾക്ക് കുറഞ്ഞ തുക പ്രതിമാസം അടച്ചാൽ മതിയാകും. പക്ഷേ 40 വയസ്സിൽ ആരംഭിക്കുന്ന ഒരാൾക്ക് കുറച്ചധികം തുക അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ ഈ ഒരു മന്ത്ലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായത്തെയും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പെൻഷൻ എമൗണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 18 വയസ്സിൽ നിങ്ങൾ ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യുന്നു, 5000 രൂപയുടെ പെൻഷൻ സ്കീം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതിമാസം 210 രൂപ നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ 40 വയസ്സിലാണ് ആരംഭിക്കുന്നതെങ്കിൽ കൂടിയ എമൗണ്ടും അടയ്ക്കേണ്ടതായിട്ടുണ്ടാകും. നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ഇതുമായിട്ട് ലിങ്ക് ചെയ്തത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അക്കൗണ്ടിൽ നിന്നും ആ പണം ഡെബിറ്റ് ആവുകയാണ് ചെയ്യുക എല്ലാ മാസവും. ബാങ്കിൽ നിന്നോ അടൽ പെൻഷൻ യോജനയുടെ ഒഫീഷ്യൽ ചാർട്ടിൽ നിന്നോ എത്ര കോൺട്രിബ്യൂഷൻ ആണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം. സോ എമൗണ്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും വേരി ചെയ്യുന്ന ഒന്നായിരിക്കും, അത് വ്യത്യാസപ്പെട്ടേക്കാം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഈ സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, 60 വയസ്സിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 60 വയസ്സ് കഴിഞ്ഞാൽ, അതായത് അക്കൗണ്ട് ഹോൾഡർക്ക് 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഈ ജീവിതാവസാനം വരെ ഈ 60 വയസ്സുള്ള ആള് അക്കൗണ്ട് ഹോൾഡർ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം എല്ലാ മാസവും ഈ എമൗണ്ട്, എത്ര എമൗണ്ടിന്റെ പെൻഷൻ സ്കീമാണ് നിങ്ങൾ ചൂസ് ചെയ്തത്, ആ ഒരു എമൗണ്ട് എല്ലാ മാസവും യാതൊരു മുടക്കവും ഇല്ലാതെ അക്കൗണ്ടിലേക്ക് വരും. അഥവാ ഇൻ കേസ് അതിനിടയിൽ മരണപ്പെടുകയാണെങ്കിൽ, പുരുഷനാണെങ്കിൽ അവരുടെ ഭാര്യയ്ക്കോ സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവിനോ ഈ ഒരു എമൗണ്ട് ലഭിക്കുന്നു. ഇനി അഥവാ രണ്ടുപേരും മരിച്ചു പോവുകയാണെങ്കിൽ, അതായത് അക്കൗണ്ട് ഹോൾഡറും അവരുടെ സ്പൗസും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നോമിനിക്കായിരിക്കും എമൗണ്ട് ലഭിക്കുക. ഈ അടൽ പെൻഷൻ യോജന പ്രകാരം അക്കൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. 60 വയസ്സിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതിൽ നിന്നും പിൻവാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ മരണം പോലെയുള്ള അല്ലെങ്കിൽ അതിമാരകമായിട്ടുള്ള രോഗം പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ വല്ലതും പിടിപെടുകയാണെങ്കിൽ ഇതിൽ നിന്നും പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ചുള്ള ഒരു സ്ലാബ് പ്രകാരം ആ കോൺട്രിബ്യൂഷൻ എത്രയാണോ നിങ്ങൾ അടച്ചത് അത് തിരികെ ലഭിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ബാങ്കിലോ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടൽ പെൻഷൻ യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. നിങ്ങളുടെ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അടൽ പെൻഷൻ യോജന പ്രകാരം അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അവർ തരുന്ന ഫോം ഫില്ല് ചെയ്യുക, എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60 വയസ്സിന് ശേഷം എത്ര രൂപ പെൻഷനാണ്, 1000 മുതൽ 5000 രൂപ വരെയുള്ള സ്ലാബിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അത് അവർക്ക് കൊടുക്കുക, ഈ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകും. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ സാധാരണക്കായിട്ടുള്ള ആളുകൾക്ക്, വളരെ കുറഞ്ഞ വരുമാനമൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ഭാവി ജീവിതം അല്ലെങ്കിൽ ആഫ്റ്റർ 60 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒരു സുസ്ഥിര വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗവൺമെന്റ് ബാക്കുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സ്കീം പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇൻകം ടാക്സ് അടക്കുന്നവർക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ആളുകൾക്കും ഈ ഒരു പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഓൾറെഡി മറ്റേതെങ്കിലും പെൻഷൻ സ്കീമിൽ അംഗമായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അടൽ പെൻഷൻ യോജനയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായും എഴുതാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതായത് ഇത്തരത്തിൽ വളരെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല, പലർക്കും ധാരണയില്ല. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.